അവിടെ ഞാൻ പ്രഖ്യാപിക്കും, ഒരട്ടയെ കൊടുത്തതിന് പകരം നിനക്ക് 100 അട്ടയെ എന്നാ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഓരോ കർമ്മവും ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഇവിടെ വർണ്ണിക്കപ്പെടുകയാണ്. 100 അട്ടയെ നീ പകരം കഴിക്കേണ്ടി വരും എന്നാ പറഞ്ഞു. ഇത് കേട്ട് അദ്ദേഹം ഞെട്ടി ഉണർന്നു. പ്രഭാതത്തിൽ സ്വപ്നം കണ്ടാൽ എന്താണെന്ന് നമ്മുടെ വിശ്വാസം, അത് ഫലിക്കുമെന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ സാധുവായ മനുഷ്യനും അതുപോലെ ധരിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഒരു പണ്ഡിതന്റെ അരികിലേക്ക് പോയി. നമ്മളും അങ്ങനെയാണ്. നമുക്ക് മനസ്താപം ഉണ്ടായാൽ അതിന് പരിഹാരം കാണാൻ നമ്മൾ ഒരാളുടെ അരികിലേക്ക് പോകും. പണ്ഡിതന്മാരുടെ അരികിലാണ് പോകേണ്ടത്. ആരുടെയെങ്കിലും അരികിൽ പോയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പ്രശ്നം തീർക്കാൻ പോയിട്ട് അവസാനം വലിയ പ്രശ്നമായിട്ട് തിരികെ പോരുന്നവരെ കാണാൻ സാധിക്കും. ഇവിടെ പാണ്ഡിത്യം നമ്മുടെ വേഷവിധാനത്തിലോ മുഖഭാവത്തിലോ വാക്കുകളിലോ അല്ല എന്ന് തിരിച്ചറിയാൻ, അറിവിലാണെന്ന് തിരിച്ചറിയണം. ഇവിടെ ശ്രേഷ്ഠനായിരിക്കുന്ന ആ നിജൻ ഒരു പണ്ഡിതന്റെ അരികിൽ, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ, പണ്ഡ എന്ന് പറഞ്ഞാൽ അറിവെന്നാണ്. ആ പാണ്ഡിത്യമുള്ള ആളുടെ അരികിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദുഃഖ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഇങ്ങനെ സ്വപ്ന ദർശനം കണ്ടതും അട്ടയെ വീണ് ചോറ് കൊടുത്തതും ഒക്കെ പറഞ്ഞപ്പോൾ ആ സാധുവായ മനുഷ്യനോട്, ബ്രാഹ്മണനോട് ആ പണ്ഡിതൻ ചോദിച്ചു, വീട്ടിൽ പ്രായപൂർത്തിയായ ഒരു മകളില്ലേ എന്നാ ചോദിച്ചു. നമ്മളാണെങ്കിലോ ചെല്ലുമ്പോഴേ വീട്ടിലെ സർവ്വവിശേഷവും ഏറ്റവും കാര്യങ്ങൾ പറയപ്പോൾ പിന്നെ പുള്ളിക്ക് ഇങ്ങോട്ട് പറയാൻ വളരെ എളുപ്പവുമാണ്. എന്നാൽ ഇവിടെ അങ്ങോട്ട് ചോദിക്കണം. പരമജ്ഞാനിയായ മനുഷ്യൻ ചോദിച്ചു, വീട്ടിൽ പ്രായപൂർത്തിയായ മകളില്ലേ? ഉണ്ട്. വിവാഹാലോചനകൾ നടക്കുന്നുണ്ടോ? എത്രയും വേഗം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ആ പണ്ഡിതൻ ഈ പിതാവിനോട് പറഞ്ഞു, ഈ ബ്രാഹ്മണനോട് പറഞ്ഞു, എന്നാൽ ഉടനെ ആ മകളുടെ കല്യാണം നടത്തരുത്. ആലോചനകൾ വന്നതെല്ലാം നിർത്തിവെച്ചേക്കുക. ഇനി ആലോചനയുമായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അവരെ പറഞ്ഞയക്കുക. ഇനി കുറച്ചു കാലത്തേക്ക് മകളുടെ വിവാഹം നടത്തണ്ട. കുറേയേറെ